പത്തനംതിട്ട പീഡന കേസിൽ 3 പേർ കൂടി കസ്റ്റഡിയിലായി. ഇതോടെ കേസിൽ പുതിയൊരു FIR കൂടി പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്തു. രാത്രി വൈകി പമ്പയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കേസിലാകെ 8 FIRകളാണ് ഇട്ടിരിക്കുന്നത്. വിവരങ്ങളുമായി രാജ്കുമാർ ഉണ്ട്. രാജ്കുമാർ, ഓരോ ദിവസം കഴിയുന്തോറും പ്രതികളുടെ എണ്ണം കൂടി വരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൻ്റെ എണ്ണം കൂടി വരുന്നു. ഇന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുന്നത്? നിലവിൽ ഈ 3 അല്ല, അതിലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 9 പേർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതിലൊരു 17 വയസ്സുകാരനും ഉൾപ്പെടുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചന. അതായത് CWCക്ക് മുമ്പിൽ ഈ പെൺകുട്ടി കൊടുത്ത മൊഴി അനുസരിച്ച് 2 വട്ടം അവർ മൊഴിയെടുത്തിരുന്നു. ആ മൊഴി പ്രകാരം 39ഓളം പേർ തന്നെ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു 70-80% ആളുകളെ പോലീസ് തിരിച്ചറിഞ്ഞു. പക്ഷേ ബാക്കിയുള്ളതൊക്കെ അവ്യക്തതയാണ്. അതിനി പോലീസ് അതിലേക്ക് എത്തണം. അത് വീണ്ടും ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടി വരും. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ കണ്ടെത്താൻ പോലീസിന് കഴിയൂ. നിലവിൽ 20 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതുകൂടാതെയാണ് ഇപ്പോൾ ഈ 9ഓളം പേർ കസ്റ്റഡിയിലുള്ളത്. ഇനിയും ചിലരെ കൂടി കണ്ടെത്താനുണ്ടെന്ന് പറയുന്നു. ഇതൊരു സ്വകാര്യ ബസ് ഡ്രൈവറും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റിലുണ്ട്. അയാൾ തിരുവനന്തപുരത്തേക്ക് ഈ പെൺകുട്ടി പോയ സമയത്ത് അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് വിവരം. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിലേക്ക് നഗ്നദൃശ്യങ്ങൾ, ഈ പെൺകുട്ടിയുടെ തന്നെ നഗ്നദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ അച്ഛൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ്. അച്ഛൻ ഇത് നല്ലപോലെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു. വീട്ടുകാരും നിസ്സഹായരായിരുന്നു, അവർക്കിതൊന്നും അറിയില്ലായിരുന്നു. ഈ അച്ഛൻ്റെ മൊബൈൽ ഫോൺ വഴിയായിരുന്നു ഈ കുട്ടി ഈ പെൺകുട്ടിയുമായി മറ്റുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നതും സംസാരിച്ചതുമൊക്കെ. ഈ നഗ്നദൃശ്യങ്ങൾ ആദ്യം അയച്ചു കൊടുത്ത ശേഷം പിന്നീട് ഒരു ബ്ലാക്ക് മെയിൽ സംവിധാനത്തിലേക്ക് ഇവർ പലരും പോയി. ഇത് പല സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഇനി IT ആക്ട്, അത് തന്നെ ഒരു വിപുലമായ ഒരു ആക്റ്റായി അതിൽ ഈ നിയമത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ആ വകുപ്പുകൾ കൂടി ചാർജ് ചെയ്തിട്ടാണ് നിലവിൽ കേസുണ്ടെങ്കിലും ഇപ്പോൾ അശ്ലീല ദൃശ്യങ്ങൾ ഇങ്ങനെ പലർക്കും ഷെയർ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം നീളാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും പോലീസ് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു അന്വേഷണം ഈ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ 9 പേർ കൂടി ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ. ഞാൻ ഈ നിൽക്കുന്ന പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് അവരെ ഉണ്ട്. അവരിനി വീണ്ടും അവരെ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്ത് എവിടേക്ക് വെച്ചാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നടത്താൻ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. വിജയ്. രാജ്കുമാർ, ഇതോടൊപ്പം ചോദിക്കുകയാണ്, പത്തനംതിട്ട ജില്ലയിലാണ് അന്വേഷണം നടക്കുന്നത്. ആ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ കേസിൽ പങ്കാളികളായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് പുറത്ത് പറയാൻ പറ്റുമോ? അതും കൂടെ നോക്കണമല്ലോ, പോക്സോ കേസല്ലേ? ഇപ്പോൾ നിലവിൽ ഈ 39ഓളം പേർ എന്ന് പറയുന്നവരുടെ ലിസ്റ്റ് പോലീസ് എടുത്തിട്ടുണ്ടല്ലോ. അതിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന അല്ലെങ്കിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നവരിൽ നിലവിൽ ഏതാണ്ട് ഭൂരിപക്ഷത്തിനും ഈ പറഞ്ഞ പത്തനംതിട്ട ജില്ലയ്ക്കകത്തുള്ളവർ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടി പഠിച്ച വിദ്യാലയം, അവിടെ ചില ആളുകൾ, അത് പരിസരത്തുള്ളവർ, വീടിൻ്റെ പരിസരത്തുള്ളവർ, അങ്ങനെ പലരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ കൊല്ലം ജില്ലയ്ക്ക് ഇതിൽ പെട്ടവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതും പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നതേ ഉള്ളൂ. ഇതിലൊന്നും ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി അവ്യക്തമായി നിൽക്കുന്നവരാരെങ്കിലും ജില്ലയ്ക്ക്, പത്തനംതിട്ട ജില്ലയുടെ പുറത്തുള്ളവരുണ്ടോ എന്നുള്ളതും പോലീസ് ഇനി തുടർ അന്വേഷണത്തിൽ മാത്രമേ അക്കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ.